കുഞ്ഞുങ്ങളെ ഞാൻ വലിച്ചെറിഞ്ഞെന്നും പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചെന്നും CI സാറിനെ ഞാൻ മാന്തി പരിക്കേൽപ്പിച്ചെന്നൊക്കെ ഒരുപാട് കള്ളക്കേസുകളിട്ടു. എൻ്റെ ഹസ്ബൻഡിന് ഒരു തെറ്റും ചെയ്യാതെ 5-6 ദിവസം ജയിലിൽ പിടിച്ചിട്ടു. ആ സമയത്തൊക്കെ ഞാൻ അനുഭവിച്ചു പോയ ഒരുപാട് മാനസിക അവസ്ഥയുണ്ട്. എൻ്റെ മനസ്സിനെ ഒത്തിരിയേറെ വേദനിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത്രത്തോളം നിയമ പോരാട്ടം നടത്തി എനിക്ക് ഇന്ന് ഈ ദൃശ്യങ്ങൾ കയ്യിൽ കിട്ടിയത്. ഈ പോലീസിനെതിരായിട്ട് നിങ്ങൾ കംപ്ലൈൻറ്റ് ഡയറക്റ്റ് മുകളിൽ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുകയായിരുന്നു, അല്ല മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് പോകുമായിരുന്നു? എല്ലാവർക്കും ഒരുമിച്ച് കൊടുക്കുന്നത് പ്രൊസീജിയർ അനുസരിച്ചിട്ടാണ് നമ്മൾ എല്ലാവർക്കും കൊടുത്തിട്ടുള്ളത്. പക്ഷേ അവർക്കൊന്നും ഫലം ഉണ്ടായിരുന്നില്ല. കോടതി തന്നെ ശരണം. ഒരു വർഷത്തോളമായി ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണമാണ് ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നീതി ലഭിച്ചു എന്ന് കരുതുന്നത് ഇനി ഇങ്ങനെയാണ് മുന്നോട്ട്? നീതി ഇപ്പം നമുക്കിത് കിട്ടുമ്പോൾ നമ്മൾ തെറ്റുകാരല്ല എന്നൊന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ തെളിയിക്കാൻ പറ്റുക. കാരണം നമ്മളെ അറിയുന്ന ഒരുപാട് പേരുണ്ട്. നമുക്കെതിരെ ഇപ്പം ന്യൂസ് പേപ്പറിലൊക്കെ ഇങ്ങനെ കൊടുത്തപ്പോൾ ഒത്തിരി പേര് വിളിച്ച് ചോദിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് മാനസികാവസ്ഥയിലാണ് ഞങ്ങൾ ആ സമയങ്ങളിലൊക്കെ കടന്നു പോയത്. ആ ദൃശ്യത്തിൽ CI മഫ്റ്റിയിലായിരുന്നു. പോലീസുകാരനാണെന്ന് അറിഞ്ഞിരുന്നോ താങ്കൾ? എനിക്ക് പോലീസുകാരനാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. എല്ലാവരും വനിതാ പോലീസുകാരുണ്ടായിരുന്നു? വനിതാ പോലീസുകാരുണ്ട്, പക്ഷെ എല്ലാവരും ചുരിദാറൊക്കെ ഇട്ടിട്ടാണ് മഫ്റ്റിയിലായിരുന്നു. അപ്പോൾ അന്ന് ദൃശ്യങ്ങളിൽ കുറച്ച് വേറെ ബന്ധുക്കളായിരുന്നു കൂടെ ഉണ്ടായിരുന്നു? ഇല്ല, ആ സമയത്ത് എനിക്ക് ആരുമില്ല. അമ്മ എൻ്റെ പിന്നാലെ മഫ്റ്റിയിലുള്ള ഉദ്യോഗസ്ഥരാണല്ലേ? അമ്മ ആ സമയത്ത് എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ.